പേർക്കൊക്കെ അറിയായിരുന്നു. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വീഡിയോ ഇട്ട് വരുമ്പോഴാണ് ഒരു പച്ച പിടിച്ച് അത്യാവശ്യമൊക്കെ നല്ല ലെവലിൽ വരുന്ന സമയത്താണ് ഇടുതി പോലെ ചാനലുടെ ഹാക്കായി. സുഹൃത്തുക്കളെ, ഞാൻ കോഴിക്കോടാട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ എക്സ്പോ നടക്കുന്നുണ്ട് മനോരമൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ മെക്മാർക്കിൻ്റെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും അവിടെ സ്റ്റാൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കസ്റ്റമറൊക്കെ വരും. അതിൻ്റെ റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമയം ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. വീട്ടിൽ 7 മണിക്കൊക്കെ ഇറങ്ങിയട്ടോ. അപ്പോൾ ഈ എക്സ്പോയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എക്സ്പോൻ്റെ കാലിക്കറ്റ് ട്രേഡ് സെൻ്ററാണ് ഈ കാണുന്നത്. കാലിക്കറ്റ് ട്രേഡ് സെൻ്റർ. ഒരുപാട് ആൾക്കാരുണ്ട്. തിരക്കാട്ടോ. പേർക്കൊക്കെ അറിയായിരുന്നു. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വീഡിയോ ഇട്ട് വരുമ്പോഴാണ് ഒരു പച്ച പിടിച്ച് അത്യാവശ്യമൊക്കെ നല്ല ലെവലിൽ വരുന്ന സമയത്താണ് ഇടുതി പോലെ ചാനലുടെ ഹാക്കായി പോകും. നമുക്ക് പരിചയമുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് കഷ്ടപ്പെട്ടു. നമുക്കറിയാം ഒരു വീഡിയോയുടെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് ഏതൊരു സംരംഭത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, നമുക്ക് എഫേർട്ട് എടുത്താൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവാറുള്ളൂ അല്ലേ. പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഒരു വീഡിയോ ഇട്ട് അവൻ നമ്മളെ നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ പുറകിൽ ഒരു എഫേർട്ട് ഇല്ലാത്ത പോലെ പലരും നമ്മളെ കളിയാക്കാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലായതിന് പിന്നിൽ അദ്ദേഹം നാൾക്ക് നാൾ അധ്വാനിച്ചതിൻ്റെ വളരെയധികം എഫേർട്ട് ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ചാനൽ ഏകദേശം ഒരു 4 lakh സബ്സ്ക്രൈബേഴ്സ് ആവാറായ സമയത്താണ് ഹാക്കായി പോയത്. പെട്ടെന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഡൗൺ ആയി. കാരണം കാലങ്ങൾ ഒരു 4 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് ഹാക്കായി പോയപ്പോൾ പിന്നെ
ഇതില് ബാക്ടീരിയ ഉണ്ടോ? ബാക്ടീരിയ ഞങ്ങൾ ഫില്ല് ചെയ്ത് 12 വർഷം ഗ്യാരണ്ടി. 12 വർഷം ഗ്യാരണ്ടി ഉണ്ടോ? 12 വർഷം ഗ്യാരണ്ടി ഉണ്ടോ? ഒന്നും ചെയ്ത ഡെയിലി ഫുഡ് വേസ്റ്റ് ഇടാം. വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ചവിരിച്ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും. ചവിരിച്ചോറ് അത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ തരും. കടയുടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. തീർന്നാലും കുഴപ്പമില്ല. ഇതിന് എടുക്കുന്ന തന്നെ വീണ്ടും റീയൂസ് ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മളെ സ്റ്റാളുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മളെ HEP വരുന്ന ഓയിൽ പ്രസ് ഉണ്ട്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഓയിൽ പ്രസ് ഉണ്ട്. നമ്മൾ പ്രത്യേക രീതിയിൽ 190 നാളികേരം കസ്റ്റമൈസ് ചെയ്ത ഓരോ ടയറാണ് ഈ കാണുന്നത്. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളി 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ ഉൾവശം നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഇതിൽ നാളികേരം ഇതിൽ ഫുൾ ബോഡി എല്ലാം മൊത്തത്തിൽ സ്റ്റീലാണ്. ഇതിനും ട്രേ സ്റ്റീലാണ്. ട്രേ നമ്മളൊരു 3 ഐറ്റം ട്രേ ഉണ്ട്. ഇതുപോലെ ഇതിൻ്റെ തിക്നെസ് അല്പം കുറഞ്ഞ തിക്നെസ് വരുന്നുണ്ട്. അതുപോലെ തിക്നെസ് അല്പം കൂടിയ ട്രേ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ട്രേ വരുന്നുണ്ട്. സുഷിരങ്ങൾ വ്യത്യാസമുള്ള ട്രേ ഒക്കെ വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി നോർമലായിട്ടുള്ള ട്രേ ആണ്. അലുമിനിയം ക്വാളിറ്റി വരുന്ന ട്രേ ആണ് കാണുന്നത്. നാളികേരം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കൊപ്ര കട്ട് ചെയ്യുന്ന കട്ടർ കേട്ടോ. അത് നമ്മളെ 2 HP ഹെവി ആയിട്ടാണ് മോട്ടർ അടക്കമാണ് ഇത് വരുന്നത്. ഇതിന് 95 റുപ്യ. ഇത് ഡബിൾ കൺട്രോൾ വരുന്ന ട്രയറാണ്. ഏകദേശം 480 നാളികേരമാണ് ട്രയറാണ്. ഇതിന് 28 ട്രയോളം വരുന്നുണ്ട്.
നിങ്ങളൊക്കെ സ്ഥലം ആ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ അവിടുത്തെ ലിസ്റ്റ് അവിടെ APS ഓ അതാണ് അങ്ങനെ കൊണ്ടേ ഞാൻ ഇവിടെ എക്സ്പോയില് ആയിക്കോട്ടെ അപ്പം നിങ്ങൾ ഞാൻ കരിങ്കല്ലത്താണി നിങ്ങൾ അന്വേഷിക്കുന്നതാ. കരിങ്കല്ലത്താണി